അംഗൻവാടിയിലെ 4.5 വയസ്സുകാരനെ ക്രൂരമായി നുള്ളിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അംഗൻവാടി വർക്കറെ അന്വേഷണ വിധേയമായി 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി CDPO ആതിര അറിയിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പാണയം 85 നമ്പർ അംഗൻവാടിയിലെ വർക്കറായ ശോഭാകുമാരിക്കെതിരെയാണ് നടപടി. വരുന്ന തിങ്കളാഴ്ച അംഗൻവാടിയിലെത്തി ടീച്ചർക്ക് ഔദ്യോഗികമായി കത്ത് നൽകുമെന്നും CDPO വ്യക്തമാക്കി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുട്ടിയെ ടീച്ചർ അംഗൻവാടിയിൽ വെച്ച് തുടകളിൽ ക്രൂരമായി നുള്ളി പരിക്കേൽപ്പിച്ചത്. അക്ഷരം പഠിക്കാത്തതിനാണ് ഉപദ്രവിച്ചതത്രേ. വീട്ടിൽ വെച്ച് കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ മാതാവ് കുട്ടിയുടെ തുടകളിലെ കരിവാളിച്ച പാടുകൾ കണ്ട് വിവരം തിരക്കിയപ്പോഴാണ് കുട്ടി വിവരങ്ങൾ പറഞ്ഞത്. രക്ഷകർത്താക്കളുടെ പരാതിയെ തുടർന്ന് ICDS സൂപ്പർവൈസർ നടത്തിയ അന്വേഷണത്തിൽ ടീച്ചർ കുറ്റം സമ്മതിക്കുകയുണ്ടായി. എന്നാൽ വിഷയം ഒതുക്കി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നടത്തുകയുണ്ടായെങ്കിലും കുട്ടിയുടെ രക്ഷിതാക്കൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിയമപരമായി മുന്നോട്ട് നീങ്ങുകയാണ് ഉണ്ടായത്. നേരത്തെയും ടീച്ചറുടെ ഭാഗത്തു നിന്നും ഇത്തരം പീഡനങ്ങൾ കുട്ടികൾ കേട്ടിട്ടുള്ളതായും പല രക്ഷകർത്താക്കളും പരാതി ഉന്നയിക്കുന്നുണ്ട്. കുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും KSUവും രംഗത്തെത്തി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു അംഗനവാടി ടീച്ചർ, അതായത് ക്രൂരമായ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു അംഗനവാടി ടീച്ചർ, നമുക്കറിയാം അവരൊരു സ്ത്രീയാണ്, അവരൊരു നൊന്ത് പ്രസവിച്ച സ്ത്രീയും കൂടാണ്. അവരൊരു കൊച്ചുകുട്ടി, നമുക്കറിയാമല്ലോ, നമ്മൾ കാണുമ്പോൾ അറിയാം, ഒരു കൊച്ചുകുട്ടിയുടെ ആ തുടയിൽ പിടിച്ച് നന്നായിട്ടില്ല, മലയാളത്തിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കിരിച്ചങ്ങ് വെച്ച്, അത് ആ കൊച്ചുകുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ കൊച്ചുകുട്ടി എന്തുമാത്രം ഭയന്നു. എന്നിട്ടോ ഇത് യാതൊരു കാരണവശാലും ഇത് വെളിയിൽ അറിയാൻ പാടില്ല എന്ന രീതിയിൽ പഞ്ചായത്ത് CPIയുടെയും CPMൻ്റെയും നേതാക്കൾ ഇതിനകത്ത് ബന്ധപ്പെടുകയും ഈ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അവർക്കിപ്പോൾ ഭയമായി. കാരണം ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ വിഷയം പോലും പറയാൻ സാധിക്കുന്നില്ല. കാരണം ഈ പറയുന്ന CPMൻ്റെയും CPIയുടെയും നേതാക്കൾ വന്നിട്ട് ഇത് വെളിയിലറിയാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി. അവസാനം ഇത് മറ്റ് പൊതുപ്രവർത്തകർ, BJP ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ രംഗത്തിറങ്ങി അവർക്ക് ധൈര്യം കൊടുത്തതിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ പരാതിയുമായിട്ട് വന്നത്. ഇപ്പോൾ ഒരു 3 ദിവസത്തിന് മുമ്പിട്ടാണ് സംഭവം നടന്നത്. പക്ഷേ ഇപ്പോഴാണ് പരാതി കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഏരൂർ പഞ്ചായത്തിൽ ഈ പാണയം വാർഡിൽ ഇത്തരത്തിലുള്ള പ്രവണത നടക്കുന്ന ഈ സ്ത്രീക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ പോലും സാധിച്ചില്ലെന്ന് ഓർത്തോണം. കാരണം 3 ദിവസത്തിന് മുമ്പിട്ട് പഞ്ചായത്തിൻ്റെ അധികാരികൾ അറിഞ്ഞതാണ്, ഇതുമായി അംഗനവാടിയിൽ ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞതാണ്. അവർ വ്യക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള ഈ പോലീസ് മർദ്ദനത്തിനേക്കാൾ വലിയൊരു മർദ്ദനമാണ് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും. നമ്മുടെ വളർന്നു വരുന്ന ഉത്തമ പൗരന്മാരാകേണ്ട കൊച്ചുകുട്ടികളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കൊച്ചുകുട്ടി, അവർക്ക് യഥാർത്ഥത്തിൽ ഇത് ഫോക്സോ കേസ് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അവരെ അറസ്റ്റ് ചെയ്ത് തലത്തിലേക്ക് മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ഇത് പോലീസ് ഇതിനെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, അതില്ലെങ്കിൽ അധികാരികൾ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത് ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നലെ ജില്ലാ വിഷനിലൂടെ പുറത്തു വന്ന ന്യൂസ് അതീവ ഗൗരവമായാണ് KSU പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കാണുന്നത്. ഈ വിഷയം അറിഞ്ഞത് മുതൽ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുബാൻ ബത്തടി അവരോടൊപ്പം തന്നെ ഉണ്ട്. ഇന്ന് ഹോസ്പിറ്റലിലെല്ലാം പോയി. KSU ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് CWCക്കും പരാതി ഇന്ന് തന്നെ മെയിലയക്കുന്നതായിരിക്കും. പഞ്ചായത്ത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ അവിടുത്തെ സ്ഥലം മെമ്പർ കൂടിയായ വൈസ് പ്രസിഡൻറ്റ് പോലും ഇതേവരെ അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒത്തുതീർപ്പിനാണ് അവർ ശ്രമിക്കുന്നത്. ഇവരെ ഈ പരാതിയിൽ നിന്ന് പിൻവലിപ്പിക്കാനാണ് അവിടെ നിന്നുള്ളവർ ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു വേണം ആ 4 വയസ്സുകാരൻ്റെ തൊട, ആ കുട്ടി എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. അക്ഷരം അറിയത്തില്ലെന്നുള്ള പേരിലാണ് ആ ടീച്ചർ ഇത്രയും ഒരു ക്രൂരത ആ കുട്ടിയോട് കാണിച്ചത്. തിങ്കളാഴ്ച മുതൽ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് KSU മുന്നോട്ട് പ്രതിഷേധമായിട്ട് KSUവിൻ്റെ മുന്നോട്ട് പോകാനാണ് KSUവിൻ്റെ തീരുമാനം. നമ്മുടെ അവിടുത്തെ അംഗൻവാടി ടീച്ചർ ഒരു 4 വയസ്സുള്ള കുട്ടിയെ അതിക്രൂരമായി യാതൊരു മനസ്സാക്ഷിയും കൂടാതെ ഒരു നുള്ളല്ല, തുടയുടെയും കാലിൻ്റെയും പല ഭാഗത്തായിട്ട് പല നുള്ളുകൾ നുള്ളുകയും അവിടെ രക്തം ചത്ത് കിടക്കുകയും അതേപോലെ തന്നെ ഇന്ന് കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അവിടെ ഡോക്ടർ തന്നെ എന്താണ് പറഞ്ഞത്, ഡോക്ടർ തന്നെ ഇത്രയും നുള്ളുകൾ നുള്ളിയോ
ഒരു മാരകമായിട്ടുള്ള രീതിയിലാണ് 4 ദിവസം കഴിഞ്ഞിട്ടും 3 4 ദിവസം കഴിഞ്ഞു ഇന്ന് ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതേപോലെ തന്നെ രക്തം ചത്ത് കിടക്കുകയും പാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം അസ്വസ്ഥതകളും ആ കുട്ടിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്തരമുള്ള നീചമായ പ്രവൃത്തികൾ ഒരു അക്ഷരം തെറ്റിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ നീചമായി പ്രവർത്തിക്കുകയും അതിനും നീചകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന അവരുടെ പുറകെ നിൽക്കുന്ന ബാക്കിയുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പിഞ്ചു കുഞ്ഞാണ്, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്രത്തോളം പ്രകോപനങ്ങളാണ് ഒരു ടീച്ചറിന് അധ്യാപകർക്ക് ഉണ്ടാകാൻ കഴിയുന്ന നമുക്കൊരു കുട്ടിയാണ്, ഒന്നും അറിയാത്തൊരു കുട്ടിയെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അംഗൻവാടി സൂപ്പർവൈസർ അവിടെ വന്നിട്ട് യാതൊരു നടപടികളും എടുക്കാതെ വെറും അവരും ഈ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട അംഗൻവാടി സൂപ്പർവൈസർ പോലും ഇതേപോലെ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൽ അതിയായ പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. തുടർ ദിവസങ്ങളിൽ അവരെ മാറ്റി നിർത്തുന്നത് വരെ, അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി നടപടിയെടുത്ത് കുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ.